Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബേക്കിംഗ് ക്ലാസ് പാർട്ട് 4 ആയിട്ടാണ്. ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഏതൊരു ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്ങിനും ബേസായി ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഞാൻ ഓവണില്ലാതെയും ബേക്ക് ചെയ്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പിൽ ഒരു അര കപ്പ് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടുള്ളൊരു മിൽക്കാണ്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇതിനൊരു ചൂടാറുന്നത് വരെ ചെറിയ ചൂടോട് കൂടിയാണ് നമ്മൾ ഇത് കേക്കിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പം നല്ല ചൂടാണ്, അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് തണുക്കുന്നത് വരെ അവിടെ മാറ്റി വെക്കാം. പിന്നെ നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കേക്കിന് ആവശ്യമായിട്ടുള്ള മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 3/4 കപ്പും അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂണും കൂടി എടുത്തിട്ടുള്ള മൈദയാണിത്. അപ്പോൾ 3/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണാണ് മൈദ എടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഹെർഷീസിൻ്റെ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ളു ഉപ്പ്, ഇവയൊക്കെ ചേർത്ത് നന്നായിട്ട് ഒരു 3 തവണയെങ്കിലും ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങനെ 3 തവണ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും. ഇതിനിവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 4 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അതായത് 1 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചാൽ ഏകദേശം ഒരു 1/4 കപ്പോളം കിട്ടും. അതങ്ങനെ എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇത് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഇനി ഇതൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പതഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പഞ്ചസാര മുഴുവനും തീരുന്നത് വരെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കും. ഇവിടെ എഗ്ഗൊക്കെ നന്നായിട്ട് പതഞ്ഞ് നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് വാനില എസൻസും, ഇത് രണ്ടും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എഗ് ബീറ്റർ ഓൺ ആക്കിയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ അങ്ങ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ആകുന്നത് വരെ മാത്രം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മൈദയും കൊക്കോ പൗഡറൊക്കെ കൂടിയുള്ള മിക്സും, അതുപോലെ തന്നെ മിൽക്കിലേക്ക് കോഫി പൗഡർ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള മിൽക്കും കൂടി കുറച്ചായിട്ട് ഇടവിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിതൊന്ന് സാവധാനം ഇങ്ങനെ യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എങ്ങനെ അളന്നെടുക്കുക എന്നുള്ളത് ഞാൻ ബേക്കിംഗ് ക്ലാസ് പാർട്ട് 2-ൽ കാണിച്ചിട്ടുണ്ട്, വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നതിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം കൊണ്ട് എങ്ങനെ നന്നായിട്ട് ഫ്രോസ്റ്റിങ് ചെയ്യുക എന്നുള്ളതാണ് ബേക്കിംഗ് ക്ലാസ് പാർട്ട് 3-ൽ കാണിച്ചിട്ടുള്ളത്. അതും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പം ഇത് എല്ലാം കൂടി നമ്മുടെ മൈദയും അതുപോലെ തന്നെ ഈ മിൽക്കൊക്കെ തീരുന്നത് വരെ ഇങ്ങനെ ഇടവിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് മിക്സ് ചെയ്യാനുണ്ടാകേണ്ടത് മൈദയായിരിക്കണം, അല്ലാണ്ട് മിൽക്ക് ആയിരിക്കരുത്. മിൽക്ക് മുഴുവനായിട്ട് ആഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ബാക്കിയുള്ള മൈദ കൂടി ആഡ് ചെയ്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഇവിടെ മിൽക്ക് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 3 ബാച്ചായിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ബാക്കിയുള്ള മൈദ കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ബാക്കിയുള്ള മൈദയൊക്കെ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് സാവധാനം ഫോൾഡ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം.
നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത മിൽക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഇളം ചൂടോട് കൂടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെറിയ ചൂടോട് കൂടി പാല് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. പിന്നെ അങ്ങനെ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ റെഡിയാക്കാനായിട്ട്. ഇനി ഞാനിവിടെ 2 6 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ഇത് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. അത് ഒന്ന് സ്റ്റൗ ടോപ്പിലും ഒന്ന് ഓവണിലുമാണ് ബേക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ രണ്ടിലും ഈക്വലായിട്ട് ബാറ്റർ കിട്ടുന്നതിന് വേണ്ടി ഞാനിങ്ങനെ ഒരു കപ്പ് വെച്ചാണ് ബാറ്റർ രണ്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈക്വലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഇപ്പോൾ 2 ടിന്നിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൽ എയർ ബബിൾസൊക്കെ അങ്ങ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് അങ്ങനെ ഒന്നും പൊങ്ങി വരാത്ത നല്ല ഫ്ലാറ്റ് ടോപ്പായിട്ടൊക്കെ വരുള്ളൂ. അതിൽ എയർ ബബിൾസൊക്കെ അങ്ങ് പോയാൽ അല്ലെങ്കിൽ അങ്ങ് കേക്ക് പൊങ്ങി വന്ന് കേക്കിൻ്റെ ഉൾഭാഗം ഒന്നും ഇല്ലാതായി പോവും. ഇങ്ങനെ ഹോൾസ് പോലെ ആയി പോവും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതിങ്ങനെ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ അതിലുള്ള എന്തെങ്കിലും ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയി കിട്ടും. കേക്ക് ബാറ്റർ റെഡിയാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ അവിടെ ഓവണ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വലിയൊരു പാത്രത്തിൽ കുറച്ച് സാൾട്ട് ഇട്ട് അതിന് മുകളിലൊരു സ്റ്റാൻഡ് വെച്ച് അത് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് മൂടി വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം, ഈ സ്റ്റാൻഡിന് മുകളിലേക്ക്. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി മറ്റേ ടിന്നിൽ ഒഴിച്ച് വെച്ചിട്ടുള്ളതും നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പം 180 ഡിഗ്രിയിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 165 ഡിഗ്രിയിൽ ഒരു 40 to 45 മിനിറ്റ്സ് വരെ നമുക്കിത് ബേക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റൗ ടോപ്പിലുള്ള കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓവനിൽ വെച്ച കേക്കും നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു 45 മിനിറ്റ്സോളം ഇത് ബേക്ക് ചെയ്യാൻ ടൈം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 കേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുള്ള കേക്ക് ഡീമോൾഡ് ചെയ്യാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണിത്. പിന്നെ കേക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഡീമോൾഡ് ചെയ്യലാണ് നല്ലത്. ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തതാണ്, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് പിന്നെ ബട്ടർ പേപ്പറൊക്കെ എടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോകുന്ന പോലെയൊക്കെ തോന്നിയത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.